എന്താ കുട്ടീസ്, അപ്പോൾ ഞാൻ ഇന്ന് നല്ല ഹാപ്പിയാണ് കേട്ടോ. ഞാനിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കോളേജ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ റൂമിൽ 6 പേരായിരുന്നു. 2 പേർക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 4 പേരായിട്ടോ കൂടിയത്. ഞങ്ങൾ ആ 2 പേരെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗേസ്. അപ്പോൾ അവരുടെ വീട് പുത്തനത്താണി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങാടിപ്പുറം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഗേസ്. ഞങ്ങൾ നേരെ വളാഞ്ചേരിയിലോട്ട് എത്തി. അവിടുന്ന് തിരൂർ ബസ്സാണ് കയറിയത് പുത്തനത്താണിയിലോട്ടുള്ളത് കേട്ടോ. അവിടുന്ന് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെയും കൂടെ കിട്ടാണ്ട് അങ്ങനെ ഞങ്ങൾ അവളേനെയും കൂടെ എടുത്ത് പിന്നെ അവളുടെ ലിയമോളുടെ വീട്ടിലേക്കാട്ടോ പോകണേ. അവളുടെ അനിയന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. പോകുന്ന വഴിയൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഓട്ടോക്കാരൻ ഇവരെ ഇറക്കി നടത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. അവിടെ പുറത്ത് തന്നെ ലിയമോൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ എത്തി ആദ്യം ചായ കുടിക്കാനാണ് കേട്ടോ ഇരുന്നത്. നല്ല പഴംപൊരിയും ചായയും പിന്നെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ രാത്രി തെണ്ടാൻ ഇറങ്ങി ഗൈസ്. അവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഷോപ്പിലെത്തി നമ്മൾ കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ മേടിച്ച് ലേസൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ. പോരുന്ന വഴിയിലൊക്കെ ഞങ്ങൾ ഒത്തിരി ഹാപ്പി ആയിരുന്നു കേസ്. ഒത്തിരി ഹാപ്പിയാണ്. നല്ല എന്താ പറയുക, ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. മറ്റേ 2 പേരെ ഞങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് ലിയമോളുടെ അനിയനാണ് കേട്ടോ. അവന് ചൂണ്ടയിടണം എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടയൊക്കെ എടുത്തിട്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം പോന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി കേസ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ഇരുന്നത്. ഇത് ലിയമോൾ ഉണ്ടാക്കിയ ചിക്കൻ മക്രോണിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടേസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നട്ടപ്പാതിരയ്ക്ക് ഞങ്ങളുടെ കലാപരിപാടികൾ. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. ഏട്ടൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.